നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ലണ്ടനിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിൽ സൂക്ഷിക്കുന്ന 100 ടൺ സ്വർണം ഇന്ത്യയിലെത്തിച്ചു. വിദേശത്തെ ലോക്കറുകളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണത്തിന്റെ ഏകദേശം 1/4 ഭാഗമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യയിൽ എത്തിച്ചിരിക്കുന്നത്. 1991 ശേഷം ആദ്യമായാണ് ഇത്തരമൊരു നടപടി എടുത്തിരിക്കുന്നത്. ധനകാര്യ മന്ത്രാലയം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, സർക്കാരിന്റെ വിവിധ ഏജൻസികൾ എന്നിവ സംയുക്തമായി പ്രവർത്തിച്ചാണ് സ്വർണം എത്തിച്ചത്. പ്രത്യേക വിമാനത്തിൽ കനത്ത സുരക്ഷയിൽ എത്തിച്ച സ്വർണം മുംബൈയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പഴയ ഓഫീസ് കെട്ടിടത്തിലെ ലോക്കറിലും നാഗ്പൂരിലുമാണ് സൂക്ഷിച്ചിരിക്കുന്നത്. രാജ്യത്തിന്റെ സ്വത്ത് എന്ന നിലയിൽ കസ്റ്റംസ് തീരുവ പൂർണ്ണമായും കേന്ദ്രം ഒഴിവാക്കിയിരുന്നു. എന്നാൽ ഇറക്കുമതിക്ക് ഏർപ്പെടുത്തുന്ന GSTയിൽ ഇളവ് അനുവദിച്ചില്ല. ഈ നികുതി വിഹിതം വിവിധ സംസ്ഥാനങ്ങളിലുമായി കേന്ദ്രം പങ്കുവയ്ക്കുന്നതാണ്. അതിനാലാണ് നികുതി ഇളവ് നൽകാത്തത്. വരും വർഷങ്ങളിൽ സമാനമായ അളവിൽ സ്വർണം രാജ്യത്തേക്ക് വീണ്ടും എത്തിച്ചേക്കുമെന്നും RBI വൃത്തങ്ങൾ സൂചന നൽകി. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം മാർച്ച് അവസാനം RBIയുടെ പക്കൽ 822.1 ടൺ സ്വർണമാണ് ഉണ്ടായിരുന്നത്. അതിൽ 413.8 ടൺ വിദേശത്തു നിന്നായിരുന്നു സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ 27.5 ടൺ സ്വർണം നിക്ഷേപത്തിൽ ഉൾപ്പെടുത്തി. ഒട്ടുമിക്ക സെൻട്രൽ ബാങ്കുകളും ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലാണ് പരമ്പരാഗതമായി സ്വർണം സംഭരിക്കുന്നത്. RBI വാങ്ങുന്ന സ്വർണത്തിന്റെ സ്റ്റോക്ക് വിദേശത്ത് വർദ്ധിക്കുന്നതിനാൽ കുറച്ചു ഭാഗം ഇന്ത്യയിലേക്ക് എത്തിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. 15 വർഷം മുൻപ് അന്താരാഷ്ട്ര നാണയ നിധിയിൽ നിന്ന് RBI 200 ടൺ സ്വർണം വാങ്ങിയിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളിലായി സ്വർണ്ണ നിക്ഷേപത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്.